കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ബ്രഹ്മരക്ഷസിന്റെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് ഉണ്ണിമോള് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉണ്ണിമോളെ നിയോഗിച്ചിരിക്കുന്ന അയ്യപ്പസ്വാമിയാണ്. ഇനിയിപ്പം തമ്പുരിനെ രക്ഷിക്കാനായിട്ട് ഒരേ ഒരു മാർഗമുള്ളൂ, അത് ബ്രഹ്മരക്ഷസിന്റെ പ്രീതി പിടിച്ച് പറ്റുക മാത്രം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ണിമോള് നടത്തുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നും തന്നെ നമ്മൾ കണ്ടു ബ്രഹ്മരക്ഷസിനെ പ്രീതിപ്പെടുത്താനായിട്ട് ഉണ്ണിമോൾ പാൽപ്പായസമൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ ഉണ്ണിമോൾക്ക് അറിയത്തില്ല ബ്രഹ്മരക്ഷസാന്ന്, ഒരു അപ്പൂപ്പനാന്ന് മാത്രം അറിയത്തുള്ളൂ. അപ്പൊ ഗിരിദേവനാണ് പറഞ്ഞ് അപ്പൂപ്പന് പാൽപ്പായസം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ്. അങ്ങനെ ഉണ്ണിമോള് പാൽപ്പായസം ഒക്കെ ആയിട്ട് ബ്രഹ്മരക്ഷസിന്റെ അടുത്ത് എത്തുവാണ്. അപ്പൂപ്പ ഇന്ന് പാൽപ്പായസം കുടിക്കുക, ഞാൻ ഉണ്ടാക്കിയതാ, നല്ലതാണോ എന്ന് കുടിച്ചു നോക്കിയിട്ട് പറ എന്ന് പറയണം. ഇത് കേട്ടതും ബ്രഹ്മരക്ഷസ് പറഞ്ഞു അത് അവിടെ വെച്ചേക്കാൻ പറയണം. അതെന്താ അപ്പൂപ്പ കുടിക്കാത്തതെന്ന് ചോദിക്കണേ. വെച്ചേക്കാനല്ലേ പറഞ്ഞതെന്ന് ചോദിക്കണം. പിന്നീട് ഉണ്ണിമോളൊന്നും മിണ്ടിയില്ല. ഉണ്ണിമോൾക്ക് പേടിയായി, ഇനിയിപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും പറഞ്ഞാലോ. ഈ സമയത്ത് വാവര് പറഞ്ഞു അല്ല പാൽപ്പായസം സ്വീകരിച്ചിട്ടില്ലോ, അതിനർത്ഥം എന്താ? ഉണ്ണിമോൾക്ക് ബ്രഹ്മരക്ഷസിന്റെ പ്രീതി പിടിച്ചു പറ്റാൻ കഴിഞ്ഞില്ലെന്നല്ലേ അർത്ഥം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഗിരിദേവൻ എന്ത് ചെയ്യും, ഒന്നും മിണ്ടാതെ ബ്രഹ്മരക്ഷസിന്റെ കാലിച്ചൂട്ടിലേക്ക് ഒന്ന് നോക്കി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രഹ്മരക്ഷസിന്റെ കാലിച്ചൂട്ടിലായിട്ട് ഒരു കിണ്ടിയും അതിനകത്ത് കുറച്ച് വെള്ളവും വന്നു. അപ്പൊ ഉണ്ണിമോള് പെട്ടെന്ന് നോക്കി, ഇത് ഇത്രയുടെ സമയം ഇവിടെ ഇല്ലായിരുന്നല്ലോ, പെട്ടെന്ന് എങ്ങനെ ഇത് ഇവിടെ വന്നത്? പാവ അപ്പൂപ്പന്റെ കാല് എങ്ങനെ മറിഞ്ഞു വീണിട്ടുണ്ടെ കാലൊക്കെ നനയെന്നോർത്ത് ഉണ്ണിമോൾ എന്ത് ചെയ്യണം, ആ കിണ്ടിയും വെള്ളവും കൂടെ എടുത്ത് മാറ്റാൻ നോക്കുമ്പോഴത്തേനും ഉണ്ണിമോളുടെ കയ്യിൽ നിന്ന് ആ കിണ്ടിയും വെള്ളവും കൂടെ നേരെ ബ്രഹ്മരക്ഷസിന്റെ കാൽപാദത്തിലേക്ക് വീഴുവാണ്. അപ്പം കാല് കഴുകിയതുപോലെയായി. ബ്രഹ്മരക്ഷസ് ഒന്ന് ഉണ്ണിമോളെ ഒന്ന് നോക്കി. ഉണ്ണിമോള് പറഞ്ഞു സോറി അപ്പൂപ്പ, അറിയാതെ പറ്റിപ്പോയതാന്ന് പറയാണ്. പക്ഷെങ്കിൽ ബ്രഹ്മരക്ഷസിന് തൃപ്തിയായി, കാരണം കാല് കഴിയതുപോലെയായി. പിന്നീട് ഉണ്ണിമോള് കുറച്ച് പൂവൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. അത് പക്ഷേ ഗിരിദേവൻ പറഞ്ഞിട്ടാണോ അതോ ഇനിയിപ്പോ ബ്രഹ്മരക്ഷസ് പറഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല. ഗിരിദേവൻ കൊടുത്തു വിട്ടാണോ നടത്തില്ല. ഉണ്ണിമോൾ ആ പൂവൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടും ആ പൂവൊക്കെ നേരെ ബ്രഹ്മരക്ഷസിന്റെ കാലിച്ചൂട്ടിലേക്കാണ് വീഴുന്നത്. അത് ഗിരിദേവന്റെ ഒരു ട്രിക്കായിരുന്നു. ഉണ്ണിമോളുടെ കയ്യിലിരുന്ന പൂവ് ബ്രഹ്മരക്ഷസിന് കൊടുക്കുന്ന സമയത്ത് അത് കാലിച്ചൂട്ടിലേക്ക് വീഴുക. പെട്ടെന്ന് ഉണ്ണിമോള് പറയുന്നുണ്ട് അയ്യോ ഇത് അപ്പൂപ്പന്റെ കാലിച്ചൂട്ടിലേക്കാണല്ലോ വീണത്, ഞാൻ എന്തെടുത്താലും അത് കാലിച്ചൂട്ടിലേക്കാണല്ലോ വീഴുന്നതെന്ന് പറയാണ്. അങ്ങനെ ബ്രഹ്മരക്ഷസ് ഉണ്ണിമോള് തൃപ്തിപ്പെടുവാണ്. അങ്ങനെ ബ്രഹ്മരക്ഷസ് പിന്നീട് ആ പാൽപ്പായസം ഒക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. ഉണ്ണിമോള് കൊണ്ടുവന്ന് ബ്രഹ്മരക്ഷന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പാൽപ്പായസം ഒക്കെ. അപ്പൊ പൗർണമി നാളാണ്, പൗർണമി ദിവസമാണ്. പൗർണമി ദിവസത്തില് ബ്രഹ്മരക്ഷസിനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ പാൽപ്പായസം കുടിക്കണം. അപ്പൊ ആ പാൽപ്പായസം ബ്രഹ്മരക്ഷസ് എടുത്ത് കുടിച്ചു. അങ്ങനെ ഉണ്ണിമോളെ ബ്രഹ്മരക്ഷസിന് ഇഷ്ടപ്പെടുവാണ്. പിന്നീട് കാണിക്കുന്ന ബ്രഹ്മരക്ഷസ് നേരെ തേവാരപ്പുരയുടെ മുമ്പിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ആ മുറിയുടെ മുന്നിലേക്ക് ചെന്നപ്പോഴത്തേനും ഉണ്ണിമോള് ചോദിച്ചു അല്ല അപ്പൂപ്പൻ എന്തിനാ ഇങ്ങോട്ട് പോന്നേന്ന് ചോദിക്കുവാണ്. നമുക്ക് ഇത് തുറക്കാന്ന് പറയാം. വേണ്ട വേണ്ട, ആ മുറി തുറക്കാൻ പാടില്ലെന്നാ പറഞ്ഞേ. ആ തുറക്കണ്ടെന്ന് പറയണേ. ഞാനില്ലേ കൂടെ നിൽക്കുകയാണ്. വേണ്ട, അതിനകത്ത് വലിയ ബ്രഹ്മരക്ഷസ് ഉണ്ടെന്നാ പറഞ്ഞ്. എനിക്ക് പേടിയാ ബ്രഹ്മരക്ഷസിനെ കാണുമ്പോ, അതുകൊണ്ട് വേണ്ടാന്ന് പറയാം. അതൊന്നും സാരല്ല കുട്ടി, ഇങ്ങോട്ട് വരാൻ പറയാണ്. അപ്പൊ തന്റെ കൂടെയുള്ള ബ്രഹ്മരക്ഷസാന്ന് ഉണ്ണിമോക്ക് അറിയത്തില്ല, അപ്പൂപ്പനാന്ന് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഉണ്ണിമോളെയും കൂട്ടിക്കൊണ്ട് ബ്രഹ്മരക്ഷസ് അതിനകത്തേക്ക് കയറുവാണ്. അകത്ത് കയറും മൊത്തം അന്ധകാരമായിരുന്നു. ഉണ്ണിമോൾക്ക് ചെറിയ ഭയമൊക്കെ തോന്നി. പക്ഷെ അപ്പൂപ്പൻ കൂടെ ഉണ്ടല്ലോ, ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഉണ്ണിമോൾക്ക്. പിന്നീട് അതിനകത്ത് കയറി കഴിയുമ്പോൾ ഉണ്ണിമോൾ ചുറ്റും നോക്കുമ്പോഴത്തേനും കുറെ വിളക്കുകളും കാര്യങ്ങളും അങ്ങനെ പുരാതനമായ സാധനങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്. ഉണ്ണിമോൾക്ക് അത്ഭുതമായിരുന്നു അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. ഈ സമയത്ത് ബ്രഹ്മരക്ഷസ് ഉണ്ണിമോളെ അടുത്തേക്ക് വിളിക്കുക. എന്നിട്ടൊരു വിളക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ആ വിളക്ക് കൊളുത്താൻ പറയാ, നിലവിളക്ക് കൊളുത്താനായിട്ട് പറയാ. ഉണ്ണിമോൾക്കൊരു പേടി തോന്നി. ഞാൻ കൊളുത്താനോന്ന് ചോദിക്കണം. അതെ കൊളുത്താൻ പറയാ. ഈ സമയത്ത് വാവര് ഗിരിദേവനോട് ചോദിച്ചു അല്ല ഗിരിദേവ, അതെന്തിനാ തേവാരപ്പുര തുറന്ന് ബ്രഹ്മരക്ഷസ് അവിടെ വിളക്ക് കൊളുത്താനായിട്ട് ആവശ്യപ്പെട്ടേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗിരിദേവൻ പറഞ്ഞു കുറെ കാലമായിട്ട് അവിടെ വിളക്കുകയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു, തേവാരപ്പുര അടഞ്ഞു കിടക്കുമായിരുന്നു. പണ്ട് കാർന്നമാര് ആ മുറിയായിരുന്നു ദൈവിക കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് അവിടെയായിരുന്നു വിളക്കുകയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ വീണ്ടും ബ്രഹ്മരക്ഷസ് ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് അവിടെ വിളക്ക് കൊളുത്താനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉണ്ണിമോളെ നിയോഗിച്ചതാണ്. ഉണ്ണിമോളോട് കൊളുത്താൻ പറയാണ്. ഈ സമയത്ത് മുറിയുടെ പുറത്തൂടെ സുഗന്ധി പോകുന്ന കാര്യസ്ഥന്റെ മോള് പെട്ടെന്ന് സുഗന്ധി ഇതാരും ഈ മുറി തുറന്നത്, ഇത് അടഞ്ഞു കിടക്കുമായിരുന്നല്ലോ, ദൈവമേ ഇതാര് തുറന്നാലും ആപത്താണല്ലോ എന്ന് ഓർത്തിട്ട് പോയി നോക്കി കഴിയുമ്പോഴത്തേന് ഉണ്ണിമോൾ അകത്ത് നിൽക്കുന്നുണ്ട്. അച്ഛാ ഇങ്ങോട്ട് ഓടി വന്നേന്ന് പറയണം. അപ്പൊ കാര്യസ്ഥനും ഓടി വന്നു. എന്താ മോളെ, ഇതേ ഈ മുറി തുറന്നതേ ഈ കൊച്ചി ഇതിനകത്ത് കയറിയേക്കോ എന്ന് പറഞ്ഞ ദൈവമേ ചതിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യസ്ഥനും അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഈ സമയത്ത് സുഗന്ധി എന്റെ അകത്തേക്ക് കേട്ടിച്ചു നിന്നോട് ആരാ ഇങ്ങോട്ട് കയറാൻ പറഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. അപ്പൊ ബ്രഹ്മരക്ഷസിനെ സുഗന്ധിക്ക് കാണത്തില്ല.
ഉണ്ണിമോൾക്ക് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഉണ്ണിമോൾ പറഞ്ഞു, എന്നോട് ഈ അപ്പൂപ്പൻ പറഞ്ഞു. അപ്പൂപ്പൻ ഏതപ്പൂപ്പൻ? ഞാനൊരു അപ്പൂപ്പനെ കാണുന്നില്ല, വെറുതെ നീ കള്ളത്തരം പറയരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇത് സത്യമായിട്ടല്ലേ ചേച്ചി, ഇവിടെ ഒരു അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ മുറിയിലേക്ക് കയറിയത്, അപ്പൂപ്പന്റെ കൂടെ കയറിയതാന്ന് പറയാണ്. ഇത് കേട്ടതും സുഗന്ധിക്ക് മനസ്സിലായി എന്തോ സംഭവമുണ്ട്, അതുകൊണ്ടാണ് ഉണ്ണിമോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. സുഗന്ധിക്ക് ഒരു ഭയമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ണിമോളുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ബ്രഹ്മരക്ഷസ് സുഗന്ധിനി ഇങ്ങനെ നോക്കുകയാണ്. കാരണം ഇത്രയും കാലം അവിടെ വന്ന് എല്ലാവരുടെയും പണവും എല്ലാ കാര്യങ്ങളും മോഷ്ടിച്ചുകൊണ്ടിരുന്ന സുഗന്ധിയാണ്. പക്ഷെ ആ സുഗന്ധിക്ക് ഒരു കടുത്ത ശിക്ഷ തന്നെ ബ്രഹ്മരക്ഷസ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെറുതെ വിടാൻ പോകുന്നില്ല. കാരണം ആ ലോക്കറ്റ് അവിടെ നിന്ന് നഷ്ടപ്പെടാൻ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഗന്ധിയാണ്. സുഗന്ധി അന്ന് രഘുവിന്റെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണ ബിസ്ക്കറ്റൊക്കെ മോഷ്ടിച്ചുകൊണ്ടാണ് അന്ന് ആ മുറിക്കകത്തേക്ക് തമ്പുരുമോളൊക്കെ കയറിയത്. തമ്പുരുമോളുടെ തലയിൽ ആ ലോക്കറ്റൊക്കെ വന്നത്. പക്ഷെ തമ്പുരുമോൾ എടുത്തുകൊണ്ടാണ് തമ്പുരുമോൾക്ക് ആ ശിക്ഷ ബ്രഹ്മരക്ഷസ് കൊടുത്ത്. അറിഞ്ഞോ അറിയാതെയാണെങ്കിലും തമ്പുരുമോൾ അതിനകത്ത് പെട്ടുപോയി. പക്ഷെ അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സുഗന്ധിയായിരുന്നു. പക്ഷെ ഉണ്ണിമോളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ നോക്കുന്ന സുഗന്ധിനെ ബ്രഹ്മരക്ഷസ് വെറുതെ വിടില്ല. ഇനിയിപ്പം ബ്രഹ്മരക്ഷസ് ശിക്ഷ തന്നെ നല്ല ഒന്നാന്തര ശിക്ഷ തന്നെ കൊടുക്കും സുഗന്ധിക്ക്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ തമ്പുരുമോളെ രക്ഷിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ അയ്യപ്പസ്വാമി പയറ്റുന്നുണ്ട്. അത് ബ്രഹ്മരക്ഷസിന് ശത്രു നേരിട്ടിട്ടല്ല, ബ്രഹ്മരക്ഷസിനെ ഒരു മിത്രത്തെ പോലെ കണ്ടിട്ടാണ് അയ്യപ്പസ്വാമി ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗിരിദേവന് ബാബുരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും താൻ ശത്രുവായിട്ടല്ല ബ്രഹ്മരക്ഷസിനെ കാണുന്നത്. അദ്ദേഹം അത്ര നല്ല അറിവുള്ള ഒരു അറിവൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തെ ഇപ്പോഴും ബഹുമാനിക്കുന്നു. അപ്പൊ അദ്ദേഹത്തോടൊപ്പം നിന്ന് അങ്ങനെ വേണം തമ്പുരുമോളുടെ ശബ്ദം തിരിച്ചു പിടിക്കാനായിട്ട്. ഒരിക്കലും അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് ഈ തമ്പുരുമോളുടെ ശബ്ദം തിരിച്ചു പിടിക്കാൻ കഴിയില്ലെന്ന് അയ്യപ്പസ്വാമിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബ്രഹ്മരക്ഷസിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തമ്പുരുമോളുടെ ശബ്ദം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് അയ്യപ്പസ്വാമി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.